കോഴിക്കോട്ടേക്കാണ് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. കോഴിക്കോട് ഇന്ന് സമീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് സമീർ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. വടക്കൻ ജില്ലയിൽ നിന്ന് ഏറ്റവും പ്രധാനമായും നമ്മൾ കാത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ആരായിരിക്കും എന്നത് സംബന്ധിച്ചാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ആ ചരിത്ര നിയോഗത്തിലേക്ക് എത്തുക എന്നുള്ളത് ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. ഇന്ന് UDF ചേരുന്നുണ്ട്. UDF ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകും. അത്തരമൊരു തീരുമാനം ഇന്ന് കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനെയും അതുപോലെ തന്നെ ഉപാധ്യക്ഷനെയും ഇന്ന് പ്രഖ്യാപിക്കും. 2 തവണകളായിക്കൊണ്ട്, അതായത് ആദ്യത്തെ 2.5 വർഷം മുസ്ലിം ലീഗും, ആദ്യത്തെ 2.5 വർഷം കോൺഗ്രസ് ആയിരിക്കും അധ്യക്ഷ പദവി അലങ്കരിക്കുക. അതിനുശേഷം 2.5 വർഷം മുസ്ലിം ലീഗിനായിരിക്കും അധ്യക്ഷ സ്ഥാനം ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള തീരുമാനവും UDF എടുത്തിട്ടുണ്ട്. അതിൽ CPM-ന്റെ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന CP മുസാഫർ അഹമ്മദിനെ തോൽപ്പിച്ചത് SK അബൂബക്കറാണ്. നിലവിലെ കൗൺസിലർ കൂടിയാണ് SK അബൂബക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോൽവി, വലിയ ചർച്ചയായ ഒരു തോൽവി, KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ തോൽവിയാണ്. നിയാസ് തോറ്റത് വളരെയേറെ ജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു വാർഡിൽ നിന്നാണ്. അദ്ദേഹമായിരുന്നു UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തോൽവി സംബന്ധിച്ച് പഠിക്കാൻ 2-അംഗ സമിതിയെ UDF നിയോഗിച്ചിട്ടുണ്ട്. ആ 2-അംഗ സമിതി ഈ മാസം 26-ന് റിപ്പോർട്ട് സമർപ്പിക്കും. 27-ന് അത് പുറത്തുവിടുകയും തുടർന്ന് അതിൽ വലിയ രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നേതാക്കളാണെങ്കിൽ പോലും അവർക്കെതിരെ കൂടി കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി UDF തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ LDF-ൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയുമാണ്. അതിൽ മുൻവർഷങ്ങളൊക്കെ തന്നെ 47 വർഷമായിക്കൊണ്ട് LDF-നായിരുന്നു കുത്തകയായിക്കൊണ്ടുള്ള ഭരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവർ ഏറെ പിറകിലോട്ട് പോയി. കേവലം ഭൂരിപക്ഷം നേടാൻ പോലും കഴിഞ്ഞിട്ടില്ല. നിലവിൽ 35 സീറ്റുകളാണ് LDF-നുള്ളത്. 28 സീറ്റുകൾ UDF-നും 13 സീറ്റുകൾ BJP-ക്കുമാണുള്ളത്. LDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. നാളെ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും. നാളെ LDF ചേരുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ഉണ്ടാവുക. ഡോക്ടർ ജയശ്രീയുടെ പേര് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിലും മുന്നിൽ നിൽക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.